ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീട്ടിലെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ജസ്റ്റ് കുറേ കമൻസൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ റിസൾട്ടിൻ്റെ ഒരു ഷോർട്സൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നിരന്തരമായിട്ട് ഇപ്പോൾ ഡെയിലി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജസ് വരലുണ്ട്, ഇതിലൊക്കെ ഇങ്ങനെ മാർക്ക് മേടിച്ച് അങ്ങനെ ചോദിച്ചിട്ട് കുറേ കമൻസൊക്കെ കണ്ടു. അപ്പോൾ കോമൺ ആയിട്ട് ജസ്റ്റ് എല്ലാവരും കൂടെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് +1 എനിക്ക് ടോട്ടൽ 496 ആയിരുന്നു 520-ൽ. പക്ഷെ എന്താ പറയുക, ഗ്രേഡ് വൈസ് നോക്കുമ്പം 5 A+ഉം 1 A വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് കൂടെ പറയണ്ടേ. അപ്പം അതിനാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇംഗ്ലീഷിനെ കുറിച്ച് പറയാം. അപ്പോൾ എനിക്ക് 100-ൽ 90 ആയിരുന്നു. നമ്മൾ മാർക്കും വെച്ച് നോക്കുകയാണെങ്കിൽ 80-ൽ 70. അപ്പോൾ എനിക്ക് കറക്റ്റ് A+ ലെവലാണ് ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ മാർക്ക് എടുക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ വെറുതെ മിസ്റ്റേക്ക് വെച്ചൊക്കെ അല്ല ബോധപൂർവ്വമായിട്ട് ഓർമ്മയുണ്ട് എങ്ങനെയൊക്കെ മാർക്ക് കളഞ്ഞതെന്ന്. അപ്പോൾ ഒരു സെമിനാർ റിപ്പോർട്ട് ആവശ്യമില്ലാതെ അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പം ബാക്കിയുള്ളതിൽ നിന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് സെമിനാർ റിപ്പോർട്ട് എങ്ങനെ എഴുതേണ്ടതെന്നൊക്കെ അറിയത്തില്ലായിരുന്നു. ഫോർമാറ്റ് നോക്കാതെ പോയിട്ട് അങ്ങനെ ആ ഒരു മിസ്റ്റേക്ക് വന്നു. പിന്നെ എനിക്കറിയുന്ന പോലെ സമയം ഭയങ്കര കുറവായിരുന്നു. അങ്ങനെ ബാക്കിയുള്ള നമ്മൾ എഴുതുന്നതിനൊക്കെ കുറേ സമയം കളഞ്ഞിട്ട് ലാസ്റ്റ് മെയിൻ എഴുതുന്ന സംഭവങ്ങളൊക്കെ വെറുതെ അങ്ങനെ വിട്ട് കളയേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് മാത്രം എഴുതി. പക്ഷെ എന്തോ ഭാഗ്യത്തിന് A+ എങ്കിൽ A+ എന്നുള്ള രീതിക്ക് ഇംഗ്ലീഷിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിൽ മെയിൻലി എനിക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് സ്കൂളിലൊരു ഗൈഡ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റീസും ഓരോ നമുക്ക് എഴുതാനുള്ള ഡിസ്കോസസ് അതിൻ്റെ എക്സാമ്പിൾസും പിന്നെ അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയെന്നൊക്കെ ഉള്ള ഒരു ഗൈഡാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗൈഡ് തന്നെയായിരുന്നു കേട്ടോ. അപ്പം അതുതന്നെയായിരുന്നു എക്സാമിനൊക്കെ പഠിച്ച് നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള സംഭവമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് എത്തിയപ്പോഴായിരുന്നു ഈ ഒരു നമുക്ക് പ്രിൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. പ്രിൻ്റാണ് ഏറ്റവും വലിയ ഹെൽപ്ഫുൾ എന്ന് പറയാനുള്ള കാരണം ഇതിൽ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു ആക്ടിവിറ്റിയിൽ തന്നെ രണ്ട് മൂന്ന് എക്സാമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതേണ്ടതെന്നൊക്കെ പറയുന്ന സംഭവമായിരുന്നു. പക്ഷേ ഇതൊക്കെ ഞാൻ ലാസ്റ്റ് വെച്ച് തലേ ദിവസം വെച്ച് റെഫർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാത്തും കൂടെ കുത്തി കയറ്റി പഠിക്കാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് എല്ലാത്തിനും ഫോർമാറ്റ് പഠിച്ചാൽ മതി. പിന്നെ ബാക്കി സമ്മറി പഠിച്ചിട്ട് നമ്മൾ എഴുതലല്ലേ. അങ്ങനെ ജസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസും നോക്കാൻ പറ്റിയില്ല. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ഗൈഡിൽ തന്നെ ഞാൻ കൊള്ളാക്കി വെച്ച സെമിനാർ റിപ്പോർട്ടിൻ്റെ കറക്റ്റ് ഫോർമാറ്റും അങ്ങനെ എഴുതേണ്ടതെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നോക്കാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു 2-3 ദിവസം പഠിക്കാൻ ടൈമുണ്ട്. അപ്പം എന്തായാലും നല്ല മാർക്ക് മേടിക്കണം, ഇമ്പ്രൂവ് ചെയ്യണം നമുക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഈ 2 ബുക്സൊക്കെ നല്ല രീതിക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും മര്യാദക്ക് അത് നോക്കി നല്ല രീതിക്ക് തന്നെ പഠിക്കണം. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ടിപ്പായിട്ട് പറയുകയെന്ന് വെച്ചാൽ നമ്മളെല്ലാത്തിനും ഡിസ്കോസസിൻ്റെ ഒക്കെ ഈ ഫോർമാറ്റ് ഉണ്ടായിരിക്കുമല്ലോ, ഒക്കെ നല്ല രീതിക്ക് മനസ്സിലാക്കി വെക്കുക. പിന്നെ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ചെറിയൊരു ഷോർട്ട് സമ്മറി ആയിട്ട് ജസ്റ്റ് ബൈ ഹാർട്ടാക്കി വെക്കുക. ഞാനൊക്കെ ചിലത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ ഒരു രീതിക്ക് കഥ നമ്മൾ ഉണ്ടാക്കി വെക്കുക, മനസ്സിലുണ്ടാക്കി വെക്കുക. പിന്നെ നമ്മൾ ഇംഗ്ലീഷ്ക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇംഗ്ലീഷിൽ തന്നെ +1 ഗ്രാമേഴ്സൊക്കെ കുറവായിരുന്നു. പക്ഷെ എന്നാലും റിപ്പോർട്ട് സ്പീച്ച് പിന്നെ 2-3 ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലാസ്സൊക്കെ ഉണ്ട് ജസ്റ്റ് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നും മാർക്ക് കളഞ്ഞിട്ടില്ല. എഴുതുന്ന സെക്ഷനിൽ വെറുതെ പോയി കളഞ്ഞു. അപ്പോൾ എനിക്ക് വെച്ചാൽ ടൈം ആ ഒരു സമയത്ത് മാനേജ് ചെയ്യാൻ പഠിക്കാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും എഴുതുമ്പം നമ്മൾ കൂടുതൽ അതായത് നമ്മൾ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മര്യാദക്ക് എഴുതാൻ പഠിച്ചാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല മാർക്ക് നമുക്ക് ഇംഗ്ലീഷിൽ കിട്ടും. അപ്പോൾ അടുത്തായിട്ട് കെമിസ്ട്രീനെ കുറിച്ച് പറയാം. കെമിസ്ട്രിയിൽ എനിക്ക് 80/80 ആയിരുന്നു. ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാം. അപ്പം എക്സാമിൻ്റെ മോഡൽ എക്സാമിന് കുഴപ്പമില്ലാതെ അറ്റൻഡ് ചെയ്ത്. പക്ഷെ ഞാൻ അതുവരെ എഴുതി ഒരു എക്സാമിലും ഈ എല്ലാ സബ്ജക്ട്സിലും അതായത് A+A വാങ്ങിയിട്ടില്ല. ഒരു A ഗ്രേഡ് വരെയായിരുന്നു എൻ്റെ മാർക്കിൻ്റെ ഒരു അടിസ്ഥാനം. പക്ഷേ എനിക്ക് ഫുൾ മാർക്ക് കിട്ടുക അറിയുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. കാരണം നല്ല രീതിക്ക് പഠിച്ചുകൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ തലേ ദിവസം വരെ അതായത് പബ്ലിക് എക്സാമിന് കെമിസ്ട്രിക്ക് വെറും 24 hours മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പഠിക്കാൻ ഒരു ദിവസം. ബാക്കി എല്ലാത്തിനും ഏകദേശം 2 ദിവസമൊക്കെ ഉണ്ട്. അപ്പം കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുറച്ച് എവിടേക്ക് കുറച്ചിങ്ങനെ അറിയാമെന്നുള്ള രീതിക്ക് കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. കാരണം രാവിലെ ഇങ്ങനെ കുറേ വെറുതെ നടന്നങ്ങനെ സമയം കളഞ്ഞു. പിന്നെ രാത്രി അന്ന് തലേ ദിവസം 8 മണി മുതൽ ഞാൻ എക്സാമിൻ്റെ രാവിലെ 8 മണി വരെ കറക്റ്റ് 12 മണിക്കൂർ ഉറങ്ങാതിരുന്ന് പഠിച്ച്. അപ്പോൾ ഈ പഠിക്കാതിരിക്കുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് വെറുതെ ഒരു ചെറിയ ആഗ്രഹം മാത്രം മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതായത് നമ്മൾ എക്സാം ഹാളിൽ പോയിട്ട് പേപ്പർ കയ്യിൽ കിട്ടി നോക്കുമ്പം എല്ലാതും അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ രീതിക്ക് ആലോചിച്ച് പോയിട്ടുണ്ടായിരുന്നേ, പേപ്പർ നാളെ കിട്ടുമ്പോൾ ഫുൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ ആഗ്രഹിച്ച് അങ്ങനെ പഠിച്ചതായിരുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി താങ്ക് ഗോഡ് അതേപോലെ തന്നെ ആയിരുന്നു അന്ന് അടുത്ത ദിവസം എക്സാമിന്. ഏകദേശം സിമ്പിളായിട്ടുള്ള പേപ്പർ തന്നെ ആയിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് അതേ ഒരു രീതിക്ക് തന്നെ സാറ്റിസ്ഫൈഡ് ആക്കിയിട്ട് ഫുൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ആൻഡ് ഫൈനലി ഫുൾ മാർക്സും കിട്ടി.
അപ്പോൾ കെമിസ്ട്രി അത്രയും ആഗ്രഹിച്ച് എനിക്ക് മേടിക്കണം എന്നുള്ള രീതിക്ക് തന്നെ ഞാൻ മര്യാദക്ക് പഠിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഫുൾ മാർക്സും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കെമിസ്ട്രി ചിലപ്പോൾ കൂടുതൽ പഠിക്കാനൊന്നുമില്ല, എന്നാലും ഉള്ള ചാപ്റ്റേഴ്സ് നല്ല രീതിക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ് ഉള്ളത്. പിന്നെ നമുക്ക് സ്കൂൾത്തെ നോട്ട്സൊക്കെ നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള നോട്ട്സ് ആയിരുന്നു. പിന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ കൂടെ കണ്ടിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ കൂടെ വർക്കൗട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നല്ല മാർക്സ് കിട്ടി. ഇനി അടുത്ത ഫിസിക്സിൻ്റെ കാര്യം പറയുമ്പം അതിലും പ്രതീക്ഷിക്കാതെ ഫുൾ മാർക്സ് കിട്ടിയിട്ടുണ്ടാവും. 80-ൽ 80 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതേപോലെ തന്നെ എക്സാംസൊക്കെ നോമ്പിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇതിനും ഫിസിക്സ് ഞാൻ ഏകദേശം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ദിവസത്തെ കഷ്ടപ്പാടാണ് എൻ്റെ ഫുൾ മാർക്കിന് റീസൺ. പക്ഷെ അത് കഴിച്ചിട്ട് എല്ലാം നമുക്ക് അതേപോലെ ചെയ്യാൻ പറ്റണമെന്നില്ല കേട്ടോ. അത് ഇതിന് മുന്നൊക്കെ കുറച്ച് പഠിച്ചതുകൊണ്ടാണ് അന്ന് ഒരു ദിവസം കൊണ്ട് ബാക്കിയെല്ലാതും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഞാൻ നോമ്പിന് നമ്മൾ 4 മണിക്ക് എണീക്കല്ലോ, അപ്പം തലേ ദിവസം 4 മണി മുതൽ അടുത്ത ദിവസം 4 മണി വരെ മര്യാദക്കിരുന്ന് പഠിച്ചു. ഏകദേശം 12-13 മണിക്ക് വരുന്ന കഷ്ടപ്പാടുകൾ തന്നെയാണ്. അങ്ങനെ കുറേ ഞാൻ എന്താ എൻ്റെ ഒരു ട്രസ്റ്റ് എന്ന് വെച്ചാൽ ഫിസിക്സിന് എനിക്ക് മാർക്ക് മേടിച്ചതിൻ്റെ ഒരു വിശ്വാസം അത് സൈലത്തീത്തെ ലാസ്റ്റത്തെ ഒരു ലൈവ് ആയിരുന്നു കേട്ടോ. അപ്പം അത് എല്ലാതും കൂടെ പറഞ്ഞൊരു മിനി മാരത്തോൺ ലൈവ് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ട് അതേ പറഞ്ഞ എല്ലാ ഇക്വേഷൻസും എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് വർക്കൗട്ട് ചെയ്ത് എനിക്ക് ഫുൾ മാർക്സ് കിട്ടി. അപ്പോൾ ഫിസിക്സിൻ്റെ കാര്യം ഇനി ആര് ചോദിച്ചു ഞാൻ അതന്നെ പറയത്തുള്ളൂ. കാരണം എനിക്ക് ആ ടെസ്റ്റ് തന്നത് സൈലത്തിൽ അന്നത്തെ ഒരു ലാസ്റ്റത്തെ ലൈവായിരുന്നു. എല്ലാതും കൂടെ തന്നെ ഒരു മിനി മാരത്തോൺ. അപ്പോൾ അത് കണ്ട് ഞാൻ എല്ലാ ഇക്വേഷൻസും ഡെറിവേഷൻസും ഒക്കെ എഴുതി പഠിച്ച് കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് അതേപോലെ തന്നെ ഫുൾ സിമ്പിളായിട്ടുള്ള എക്സാം തന്നെയായിരുന്നു അന്ന് അടുത്ത ദിവസം എഴുതേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി അതിലും ഫുൾ മാർക്സ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ +2 ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് +1ത്തെ മാത്സിൻ്റെ സ്കോറാണ്. എനിക്ക് 80-ൽ 70 മാർക്സാണ്. പക്ഷെ അതുപോലും എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്ത ഒരു എഴുതിയ എക്സാമായിരുന്നു. ഫുൾ ഹൊറിബിൾ ആൻഡ് ടെറിബിൾ. അന്നത്തെ ദിവസം ഞങ്ങൾക്ക് അറിയാൻ ബാക്കിയില്ലായിരുന്നു. കാരണം കുറേ ഇരുന്ന് കരഞ്ഞു എക്സാം എഴുതി വന്നതിന് ശേഷം. കാരണം മാത്സിന് പഠിക്കാൻ അത്യാവശ്യം 5-6 ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്നൊന്നും പഠിക്കാതെ എന്നാൽ കെമിസ്ട്രി ഫിസിക്സൊക്കെ മര്യാദക്ക് ആ ഒരു ദിവസമാണെങ്കിൽ പോലും നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മാത്സ് അങ്ങനെയല്ല. മോഡലൊക്കെ ഏകദേശം എഴുതിയപ്പോൾ സിമ്പിളായിരുന്നു. പക്ഷേ ലാസ്റ്റ് എക്സാമിൽ ആ ഒരു എഫേർട്ട് കിട്ടിയില്ല. അതായത് ജസ്റ്റ് എനിക്കിപ്പോൾ തോന്നുന്നത്, അതായത് ലാസ്റ്റ് ലൈവ് കണ്ടാൽ തന്നെ മതിയായിരുന്നു എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ. അങ്ങനെ കണ്ടാൽ തന്നെ ഏകദേശം ഫുൾ മാർക്ക് മേടിക്കായിരുന്നു. സിമ്പിളായിട്ടുള്ള പേപ്പർ തന്നെയായിരുന്നു. പക്ഷേ സംഭവം എന്താ വെച്ചാൽ ഞാൻ അതുപോലും കാണാതെ, അതായത് നമ്മൾ സ്കൂളിലത്തെ നോട്ട്സും കുഴപ്പമില്ലാതെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്തത്, പക്ഷേ അതും വല്ലാതെ ട്രൈ ചെയ്യാതെയാണ് എക്സാമിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കാതെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഓരോ ചാപ്റ്റേഴ്സിൽ ഇന്ന പോർഷൻസ് മാത്രം പഠിച്ച് അങ്ങനെ ഒരു രീതിക്കായിരുന്നു മാത്സ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയത്. പക്ഷേ കുറച്ച് ഉള്ളിൽ നിന്നുള്ള ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ വന്നു. പക്ഷേ പഠിക്കാത്തതുകൊണ്ട് എഴുതാൻ പറ്റില്ല. എന്നാൽ ഭയങ്കര ടെൻഷൻ, കുറേ ഇരുന്ന് കരഞ്ഞ് അടുത്ത ദിവസത്തെ എക്സാം കൊള്ളാക്കുന്നുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കുറേ കരഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ ആ മാറ്റർ വിട്ടു. ഇനി കാണുന്നിടത്ത് വെച്ച് കാണാനുള്ള രീതിക്കായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പം സന്തോഷം തോന്നി, കുഴപ്പമില്ല. കാരണം 70 മാർക്സ് ഉണ്ടായിരുന്നു. എ ഗ്രേഡാണ്. A+ക്ക് 2 മാർക്ക് കൂടുതലെന്ന് പറഞ്ഞപ്പം ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ അത്രയൊരു എഫേർട്ട് ഇടാത്തതുകൊണ്ടാണ് എനിക്ക് മാർക്ക് കുറഞ്ഞെന്നുള്ളൊരു കാര്യബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ വിട്ടു. അപ്പോൾ എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റിന് ഞാൻ മാത്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം മര്യാദയ്ക്ക് പഠിച്ച് ഫുൾ മാർക്സ് മേടിക്കണം. അപ്പം ഒരു 2-3 ദിവസം ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കാനുണ്ട്. അപ്പോൾ മാത്സിൻ്റെ കാര്യത്തിൽ പറയാനുള്ള ടിപ്പ് എന്ന് വെച്ചാൽ നല്ലോണം ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് ബാക്കിയുള്ള സബ്ജക്ട്സ് പഠിക്കുന്ന പോലെ ബൈ ഹാർട്ട് അടിച്ച് ഇക്വേഷൻ മാത്രം പഠിച്ച് പോകരുത്. അത് ഒരിക്കലും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അവിടെ നമുക്ക് നല്ല സ്കോർ മേടിക്കാനുള്ള എഫിഷ്യൻസിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇനി അടുത്ത സബ്ജക്റ്റ് ബയോളജി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ പേരുടെയും വില്ലൻ അങ്ങനെ ഒരു രീതിക്ക് വരുന്ന സബ്ജക്ട്സ് ആയിരുന്നു. കാരണം പതിവായിട്ട് വരുന്ന മോഡലിലെല്ലാം എന്നൊക്കെ കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കുറേ പേർക്ക് നല്ലോണം മാർക്ക് കുറഞ്ഞ സബ്ജക്റ്റിൽ ഒന്നാണ് ബയോളജി. പക്ഷെ ആ ഒരു സ്ഥാനത്ത് എനിക്ക് അത്യാവശ്യം കഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് 76 ഉണ്ടായിരുന്നു 80-ൽ. അപ്പോൾ +1 കുറച്ച് നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു എന്ന് തോന്നുന്ന ദിവസം ഉണ്ടെങ്കിൽ അത് March 25 ദിവസമായിരിക്കും. കാരണം March 26 ബയോളജി എക്സാം ആയിരുന്നു. അന്ന് +1 ലാസ്റ്റ് എക്സാമിനെ തോന്നുന്നു. അപ്പോൾ ഒരു 2 ദിവസമായിട്ട് കഷ്ടിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു പഠിക്കാൻ. പക്ഷേ എൻ്റെ ഒരു സ്വഭാവം വെച്ച് അറിയാമല്ലോ, ഞാൻ തലേ ദിവസം പഠിക്കാതിരിക്കുന്നുണ്ടാവുള്ളൂ. അങ്ങനെ അന്ന് ബയോളജി 19 ചാപ്റ്റേഴ്സ് ആയിരുന്നു. ബോട്ടണിയും സുവോളജി അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടൻസ് പഠിക്കാനുണ്ട്. അപ്പം ഏകദേശം ഒരു നല്ല മാർക്ക് ഫുൾ മാർക്കിനടുത്ത് മേടിക്കുക എന്നുള്ളൊരു രീതിക്ക് തന്നെ പഠിക്കാൻ ഇരുന്നുണ്ടായിരുന്നത്.
അങ്ങനെ കറക്റ്റ് എന്താ പറയുക, നോമ്പുള്ള ദിവസമാകുമ്പോൾ നമ്മൾ ഇതേപോലെ 4 മണിക്ക് എണീക്കുമല്ലോ. അപ്പം തലേ ദിവസം ഇതേപോലെ 4 മണിക്ക് ഫുൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്നതായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ 8:15 വരെ, 8:30 ഞാൻ സ്കൂൾക്ക് പോകും, 9 മണിക്ക് എക്സാം പോകുന്നത്. അപ്പം അങ്ങനെ 8:15 വരെ ഇരുന്നുള്ള ഒരു പഠിപ്പ് പഠിച്ചതാണ്. 19 പാഠം ഞാൻ തീർത്തിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, അന്ന് ആ ദിവസം ഫുള്ളി കഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഈ 4 മണിക്കൊക്കെ ഇങ്ങനെ എക്സാമിന് തലേ ദിവസം 4 മണിക്കൊക്കെ ഇങ്ങനെ അലയ്ക്കുമ്പോൾ എനിക്ക് ഇനിയും 5 to 6 ചാപ്റ്റേഴ്സ് ഇനിയും കവർ ചെയ്യാണ്ട് ഭയങ്കര ടെൻഷനിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ എനിക്കറിയില്ല, ഭയങ്കര മാജിക്കായിരുന്നു. കുറേ എങ്ങനെയൊക്കെ ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അന്ന് എല്ലാവർക്കും കുറേ പേര് പറയുന്നുണ്ടായിരുന്നു നല്ല ടഫായിട്ടുള്ള എക്സാം. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എന്നാലും എവിടെയൊക്കെ ചെറിയ മിസ്റ്റേക്ക് വരുത്തിയെന്നൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് തന്നെയായിരുന്നു. നല്ലൊരു മാർക്ക് തന്നെയായിരുന്നു, 80ൽ 76 എന്നുള്ള. കാരണം കുറേ പേർക്ക് നല്ല A+ ഒക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് കുറേ പേർക്ക് നല്ല മാർക്ക് കുറഞ്ഞ സബ്ജക്റ്റിൽ ഒന്നാണ് ബയോളജി. അപ്പം അതിൽ എനിക്ക് നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ പറ്റി. പക്ഷെ എന്നാലും ആ 4 മാർക്ക് വീണ്ടെടുക്കാനുള്ളൊരു ശ്രമം, ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അതിനും ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ടൈം ടേബിൾ വന്നപ്പോൾ കുടുങ്ങിയെന്ന് മനസ്സിലായത്. കാരണം അതിന് പഠിക്കാൻ ഒരു ദിവസം പോലും ഇല്ല. പക്ഷെ അത് +2 മാത്സിൽ ഒരു 5 to 6 ഡേയ്സ് പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതിൽ കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ എന്തായാലും നമ്മൾ വിചാരിച്ച സ്കോർ അവിടെ കിട്ടും. പിന്നെ എന്നാലും എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു സ്കോർ +1 മാത്സിൻ്റെയാണ്. പക്ഷേ 70 കിട്ടിയെന്ന് ആലോചിക്കുമ്പോൾ സമാധാനമുണ്ട്. കാരണം അതിലും അത്യാവശ്യം നല്ല കുറേ പേർക്ക് മാത്സിലൊക്കെ നല്ല മാർക്ക് കുറവുണ്ട്. ഇതിനെ പഠിക്കാതെ ഓവർ പഠിക്കാതെ പോയി എഴുതിയ എക്സാം അല്ലേ. അപ്പം അതുകൊണ്ട് ആ മാർക്ക് ഇപ്പം വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിൽ പിടിക്കാമെന്നാണ്. ഇനി അടുത്ത ലാംഗ്വേജിനെ കുറിച്ചിട്ട് മലയാളം കുറേ പേർക്ക് ഇങ്ങനെ കമൻറ്റിലൊക്കെ കണ്ടു, അതെങ്ങനെ ഇത്രയും മാർക്ക് മേടിച്ച് ഫുൾ മാർക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, അത്യാവശ്യം എഴുതി തരാൻ നമുക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് ഇട്ട് തരുമല്ലോ, മലയാളത്തിലൊക്കെ ഇട്ട് തരുന്നുണ്ടാകും. പക്ഷേ അത് വെച്ചാൽ ആ ഒരു കോൺഫിഡൻസിൽ മാത്രം പോയിരുത്തരും, നല്ലോണം അതിൻ്റെ ബാക്കിലും കുറച്ച് ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പോൾ എനിക്ക് മലയാളം എടുക്കാൻ താല്പര്യം ഇല്ലാണ്ടായിരുന്നു. +1 ഞാൻ വേറെ സ്കൂളിൽ ഫസ്റ്റ് ഒരു മാസം പോയിട്ടുണ്ടായിരുന്നു ഹിന്ദി എടുത്തിട്ട്. പിന്നെ അവിടെ കുറേ ലോങ് ആയിട്ട് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് എന്നും പോയി വരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ഇപ്പോൾ കറൻ്റ്ലി പഠിക്കുന്ന സ്കൂളിലോട്ട് അഡ്മിഷൻ എടുത്ത് പോയതായിരുന്നു. ഇവിടെ ഇപ്പോൾ മലയാളം കിട്ടിയിട്ടില്ല. പക്ഷേ അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം മലയാളത്തിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റും, വലിയൊരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതി. കാരണം എഴുതാനൊക്കെ പറ്റും, പക്ഷേ ടൈം മാനേജ്മെൻറ്റ് ചെയ്തിട്ട് എനിക്ക് മര്യാദയ്ക്ക് എഴുതി ഫില്ലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ എക്സാമിന് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ലാസ്റ്റ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഫുൾ ഹറിബറി ആയിട്ട് എഴുതിയതായിരുന്നു. പക്ഷേ പോയിൻറ്റ്സൊക്കെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ചില ആൻസേഴ്സൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടായി തോന്നുന്ന ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പറ്റുന്ന രീതിക്ക് ഒരു സമ്മറിയെങ്കിലും പഠിച്ചു വെക്കും. കാണാപ്പാടം പോലെ കുറച്ച് രീതിക്ക് പഠിച്ചു വെക്കും. പിന്നെ അതിൽ തോന്നുന്ന ഇമ്പോർട്ടൻസ് തോന്നുന്ന കവിതയിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അതേപോലെ പഠിച്ചു വെക്കും, അതേപോലെ തന്നെ പഠിക്കും. അപ്പോൾ അന്ന് ഞാൻ എജുപോർട്ടിൻ്റെ മലയാളത്തിൻ്റെ ലൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് പഠിച്ചിട്ട് എനിക്ക് എന്താ പറയുക, ക്രിസ്മസ് എക്സാമിന് +1 പഠിക്കുമ്പോൾ 80ൽ 76 ആൻഡ് എബോവ് ഉണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പബ്ലിക്കിനും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തു ആൻഡ് അതിൽ ഫുൾ മാർക്ക് കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് +1 സ്കോറിൻ്റെ ബേസിസ്. ഇപ്പോൾ പറഞ്ഞല്ലോ 496 ടോട്ടൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് നല്ല മാർക്ക് തന്നെ, ഏകദേശം 520 അടുത്ത് തന്നെ മാർക്ക് മേടിക്കണം എന്നുണ്ട്. അപ്പം എന്താ പറയുക, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ എന്തായാലും നമുക്ക് വേണ്ട റിസൾട്ട് അവിടെ കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കഷ്ടപ്പെടുക. അപ്പം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല മാർക്സ് നമ്മൾ പേപ്പറിലേക്ക് വരും. ഞാൻ തന്നെ വലിയൊരു ഉദാഹരണം. കാരണം +1 പഠിച്ചിട്ട് ഞാൻ അതായത് പബ്ലിക് എക്സാമിൻ്റെ മുന്നേ വരെയുള്ള എക്സാമിൽ ഒന്നിലും ഇതേപോലെ A+ ലെവലിലേക്കായിട്ട് എഴുതി വാങ്ങിച്ചിട്ടില്ല. പക്ഷേ ലാസ്റ്റ് എക്സാമിന് എനിക്ക് ആ ഒരു മാർക്സും ഗ്രേഡിങ്ങൊക്കെ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും പറ്റും. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല രീതിക്ക് തന്നെ ഇപ്പോൾ ദിവസങ്ങൾ കുറച്ച് മുന്നേ നമുക്കുണ്ട്. അപ്പം ഡെയിലി കുറച്ച് വെച്ച് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ.